നല്ല അഭിപ്രായം. അതെ, അല്ല അത് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ആരെങ്കിലും ഒരു നേതൃത്വം ഏർപ്പെടാതെയൊന്നും അത്ര വലിയ വോട്ടുകളൊന്നും ചോർത്താൻ കഴിയില്ല. മനസ്സിലായില്ലേ? ആ 2021 തെരഞ്ഞെടുപ്പിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ 2016 പങ്കെടുത്ത ജനങ്ങളുടെ ഇരട്ടി ജനം ഉണ്ടായിരുന്ന സ്ഥലമാണ് നിലമ്പൂരിൽ. അന്നത്തെ ആ സ്ഥാനാർത്ഥി പര്യടനം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ ഉൾപ്രദേശങ്ങളിൽ മുനിസിപ്പാലിറ്റിയുടെ ആയിരക്കണക്കിന് എന്താ പറയുക സ്ത്രീകളും കുട്ടികളും റോട്ടിലിറങ്ങിയെന്നില്ല. 16 അത്ര ഉണ്ടായിട്ടില്ല. ആ 3000-4500 ആകും എന്ന് തന്നെയായിരുന്നു എൻ്റെ കണക്ക്. ആ സാധനമാണ് 1500 വന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ്. അതായത് സ്വതന്ത്രങ്ങളുടെ പരീക്ഷണം താങ്കൾ പിന്മാറിയെങ്കിലും CPM ഉപേക്ഷിച്ചിട്ടില്ല. ഒരു സ്വതന്ത്ര കാൻഡിഡേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും LDFന്റെ സാധ്യത? ഇവിടെ എനിക്ക് പറയാനുള്ള രാഷ്ട്രീയമുണ്ടല്ലോ. ഇന്ന് കേരളത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം നിങ്ങളൊന്ന് മനസ്സൊന്ന് വിശാലമാക്കിയാലേ മനസ്സിലാവും. ഇപ്പോൾ ചേലക്കര തെരഞ്ഞെടുപ്പ് പാലക്കാട് ഞാൻ പിന്തുണ നൽകി, വയനാട്ടിൽ പിന്തുണ നൽകി, ചേലക്കരയിൽ കണ്ടസ്റ്റ് ചെയ്തു. 3920 വോട്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ A ക്ലാസ് 12 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് ഈ പറയുന്ന ചേലക്കര. ആ ചേലക്കരയിൽ ഒരു ബന്ധമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. അന്ന് DMK രൂപീകരിക്കുമ്പോൾ ഞങ്ങളെ ഗ്രൂപ്പിൽ തന്നെ ഉള്ളത് ആകെ 12 ആളാണ് ആ ഗ്രൂപ്പുകളിൽ മെമ്പറായിട്ടുള്ളത്. അവിടെ പോയി ആ എന്താ പറയുക കരിമ്പാറയിൽ നടത്തിയ തിരഞ്ഞെടുപ്പാണ്. 9 പഞ്ചായത്തിൽ 18 മന്ത്രിമാർക്ക് ചാർജാണ്. ഈ 2 മന്ത്രിമാർ വെച്ചിട്ട് ഒരു വാർഡിനൊരു MLAക്ക് ചാർജായിരുന്നു. കാരണം അവർക്കറിയാം പാലക്കാട് കിട്ടാൻ പോകുന്നില്ല, വയനാടും ഇല്ല. അവർ പാർട്ടി ആദ്യം മനസ്സിലാക്കിയ കാര്യമാണ്. 3ാം സ്ഥാനം നിലനിർത്തുക, അതിൽ വോട്ട് കുറയുക എന്നായിരുന്നു പാലക്കാടേക്ക് അവരുടെ സ്ട്രാറ്റജി. അവരുടെ മുഴുവൻ CPMൻ്റെ LDFൻ്റെ സംവിധാനം ക്യാമ്പ് ചെയ്തിരുന്നത് ഈ ചേലക്കരയാണ്. അവിടെ 10 ആളെയും കൊണ്ട് ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തിയിട്ട് ആ വോട്ട് 33 അനൗൺസ്മെൻറ്റ് വണ്ടികളുണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്ത പിണറായിസത്തിനെതിരെയുള്ള റെക്കോർഡറായിരുന്നു. 5 മിനിറ്റിൻ്റെ 10 മിനിറ്റിൻ്റെ 20 മിനിറ്റിൻ്റെ അരമണിക്കൂറിൻ്റെ ആളുകളുടെ അങ്ങാടികളിൽ എങ്ങനെയാണ് വണ്ടി നിർത്തി ആളുകളെ എത്തിക്കാം ആ രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്തിരുന്നു. അതിൻ്റെ വലിയ റിഫ്ലക്ഷൻ അവിടെ ഉണ്ടായി ഉറപ്പല്ലേ? അപ്പോൾ ആ 4000 വോട്ട് ഈ പിണറായിസത്തിനെതിരെയുള്ള വോട്ട് തന്നെയാണ് 39,600 നിന്ന് 12,000 വന്നത്. ഇവരാരും പുറത്ത് കാണൂല ഈ ജനങ്ങളെ. ഇവരെ കാണുന്നൊരു ഘട്ടം വരണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയണം. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഈ മനുഷ്യർ ഈ പറഞ്ഞ കാര്യങ്ങൾ PV അൻവർ ഈ സമൂഹത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ക്ലിയറാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പറഞ്ഞ 4 കാര്യത്തിൽ. ഈ കാട്ടുകള്ളനാണ് ഈ ADGP അജിത് കുമാർ എന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഡോക്യുമെൻ്റ് കൊടുത്തു. അദ്ദേഹം ഫ്ലാറ്റ് വാങ്ങിയതും വിറ്റിയതും ബിൽഡിംഗ് വാങ്ങിയതും അതിനെ മറച്ചു വെച്ചുകൊണ്ട് വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തു. ആ വിജിലൻസ് റിപ്പോർട്ട് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ മടക്കി. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അപ്പം ഈ വിഷയങ്ങൾ ജനങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ഈ പറഞ്ഞതുപോലെ 2019 UDFനുണ്ടായ നിയമസഭാ മണ്ഡലങ്ങളിൽ 123 മുന്നേറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു 125 സീറ്റിലേക്ക് കേരളത്തിലെ UDF കയറി വരും, ഒരു തർക്കവുമില്ല. UDF അതിൻ്റെ ലീഡർഷിപ്പ് നല്ല രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ പിണറായിസത്തിനെതിരെ ഫൈറ്റ് ചെയ്താൽ വരാൻ പോകുന്ന ചിത്രം അതാണ്.